നമസ്കാരം. 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊണ്ട് ട്യൂഷൻ സെന്ററിൽ വെച്ച് കൈകാലുകൾ തിരുമിക്കുകയും ലൈംഗിക അതിക്രമം കാട്ടുകയും ചെയ്ത അധ്യാപകൻ അറസ്റ്റിൽ. കിടങ്ങന്നൂർ സെന്റ് മേരീസ് കോളേജ് ട്യൂഷൻ സെന്റർ നടത്തിപ്പുകാരൻ കിടങ്ങന്നൂർ കാക്കനാട് പുത്തൻപറമ്പിൽ വീട്ടിൽ എബ്രഹാം അലക്സാണ്ടറാണ് ആറന്മുള പോലീസിന്റെ പിടിയിലായത്. ട്യൂഷൻ സെന്ററിൽ കുട്ടികളെ കൊണ്ട് മസാജ് ചെയ്യുന്നത് ഇദ്ദേഹം പതിവാക്കിയിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. കൈകാലുകളും തോളും എല്ലാ ദിവസവും ഇയാൾ തിരുമിക്കാറുണ്ടെന്ന് കുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നു. 28-ന് വൈകിട്ട് 4-നും 4:30-നും ഇടെ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു. തിരുമ്മിയപ്പോൾ തുടയിൽ തിരുമാൻ ആവശ്യപ്പെട്ടു. വിസമ്മതിച്ചപ്പോൾ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് തന്റെ രഹസ്യഭാഗങ്ങളിൽ അമർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിനും തയ്യാറാകാതിരുന്നപ്പോൾ കയ്യിൽ പിടിച്ച് ബലം പ്രയോഗിച്ച് അപ്രകാരം ചെയ്യിപ്പിച്ചു. തുടർന്ന് കുട്ടിയുടെ അരികിലിരുന്ന് ദേഹത്ത് കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരം കുട്ടിയെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ ഈ വിവരം പറയരുതെന്ന് ആവശ്യപ്പെടുകയും തങ്ങൾക്ക് എന്നും പരസ്പരം നല്ല സുഹൃത്തുക്കളായി തുടരാമെന്നും മറ്റും പറഞ്ഞു. എന്നാൽ വീട്ടിലെത്തിയ കുട്ടി പിതാവിനോട് വിവരങ്ങൾ ധരിപ്പിച്ചു. അച്ഛൻ ചൈൽഡ് ലൈനിൽ വിളിച്ചറിയിച്ചത് പ്രകാരം ആറന്മുള പോലീസ് വിവരം അറിയിക്കുകയും വനിതാ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി വിശദമായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ആറന്മുള SI V വിഷ്ണു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. എബ്രഹാം അലക്സാണ്ടറെ ട്യൂഷൻ സെന്ററിൽ നിന്നും ഉടനടി കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കഴിഞ്ഞ 1.5 വർഷമായി കിടങ്ങന്നൂർ ജംഗ്ഷനിൽ ട്യൂഷൻ സെന്റർ നടത്തുകയാണ്. വർഷങ്ങളായി വിവിധ സ്ഥാപനങ്ങളിൽ കണക്ക് വിഷയത്തിൽ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് ഇയാളെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. തൻ്റെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന മറ്റ് 2 ആൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും വ്യക്തമായി. ഇയാളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് കുട്ടി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുകയും രാവിലെ 11:30-ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മറ്റ് നിയമ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. SHO VS പ്രവീണിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ SI വിഷ്ണു, SI ഹരികൃഷ്ണൻ, SI രാജേഷ്, SCPമാരായ താജുദ്ദീൻ, ബിനു, CPമാരായ വിനോദ്, വിഷ്ണു, ശ്രീജിത്ത് എന്നിവരാണ് ഉണ്ടായിരുന്നത്.